ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ XML എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ ബോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് XML അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെഫറൽ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ബോട്ട് ഫ്രീ ആയിട്ട് തന്നെ അതിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതിൻ്റെ ലിങ്കും അതിൻ്റെ ഫയലും ലൈവ് ഫയലും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ XMൻ്റെ വേറെ അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള അക്കൗണ്ടുകളിലൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ടെലഗ്രാം ചാനൽ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റർ വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ XML നിങ്ങൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന 3 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ അക്കൗണ്ട് തന്നെ അൾട്രാ ലോ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നീട് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ റിയൽ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും MT5 ആണ് നമ്മുടെ ബോട്ട്. MT5 തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി XM അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ അക്കൗണ്ട് പുതിയ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ റെഫറൽ കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റെഫറിലേക്ക് ഓട്ടോമാറ്റിക് തന്നെ വരുന്നതാണ് അക്കൗണ്ട്. അതിൽ നിങ്ങൾ അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നമ്മളെ ബോട്ടിൻ്റെ സെറ്റ് ഫയൽ അയച്ചിരുന്നതാണ്. ഇപ്പോൾ MT5 സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് XM ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്കിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് A to Z 1 2 3 എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ റെഫറിലേക്കായി. അപ്പോൾ എങ്ങനെ കാണുക? സ്റ്റാൻഡേർഡ്, മൈക്രോ, അൾട്രാ ലോ സ്റ്റാൻഡേർഡ്, ഷെയർഡ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡും അൾട്രാ ലോ സ്റ്റാൻഡേർഡും പറയുന്നത് സെൻഡ് നമുക്ക് സാധാ USD അക്കൗണ്ട്. ഈ മൈക്രോ അക്കൗണ്ട് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 lakh ആണ്. 1 lakh ആണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. എന്നാൽ മൈക്രോയിൽ വരുമ്പോൾ അത് 1000 ആണ്. അപ്പോൾ അത്രയും നമുക്ക് സെൻഡ് അക്കൗണ്ട് അല്ല, അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മൈക്രോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. മൈക്രോയിലാണ് നമ്മൾ ഈ ഒരു ബോട്ടുകളൊക്കെ കണക്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതാകുമ്പോൾ കൂടി നമുക്ക് റിസ്ക് കുറവായിരിക്കും. മൈക്രോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൈക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിവറേജ് ചോദിക്കും. ലിവറേജ് മാക്സിമം ഇതിൽ മൈക്രോ അക്കൗണ്ടിൽ 1:1000 വരുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബേസ് കറൻസി USD ഏതാണ് ആ USD നമ്മൾ കൊടുക്കാറ്. അതിനുശേഷം അക്കൗണ്ട് നെയിം മൈക്രോ ബോട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ഇത് മറക്കരുത്. ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾ എൻ്റെ റെഫറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട്ണർ കോഡ് ഉണ്ടല്ലോ, ഇവിടെ എൻ്റർ ഹിയർ എന്നുള്ള ഭാഗത്ത് പോയിട്ട് നിങ്ങൾ പാർട്ട്ണർ കോഡ് കൊടുക്കുക. A to Z 1 2 3 എന്നിട്ട് I ഡിക്ലെയർഡ് കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വേറെ പാർട്ട്ണറിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിലവിൽ നിങ്ങൾ മുമ്പ് XM അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ A to Z 1 2 3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ അക്കൗണ്ടിൻ്റെ റെഫറിലേക്ക് ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് കൊടുക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് പാസ്വേഡ് നമ്മൾ 10 to 15 ആണ് ക്യാരക്ടർ വേണ്ടത്. അതുപോലെ തന്നെ ഒരു നമ്പർ വേണം, പിന്നെ ഒരു ഇംഗ്ലീഷ് ലോവർ കേസ് വേണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് അപ്പർ കേസ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ. അതിനുശേഷം കംപ്ലീറ്റ് കൊടുക്കുക. കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ മൈക്രോ അക്കൗണ്ട് ഇവിടെ ഉണ്ട്. മൈക്രോ അക്കൗണ്ട് നമ്മുടെ ഓപ്പണായി. ഇനി നമ്മൾ ഈ ഒരു മൈക്രോ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. മൈക്രോ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ ശേഷം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഉണ്ട്, ബിനാൻസ് പേ, USDT, UPI, അതുപോലെ ലോക്കൽ ബാങ്ക്. ഡെപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ UPI ചെയ്യുന്നവർക്ക് UPI ചെയ്യാം. ഞാൻ പൊതുവേ USDT വഴിയാണ്, ക്രിപ്റ്റോ വഴിയാണ് ചെയ്യാറ്. അത് ഞാൻ USDT സെലക്ട് ചെയ്യാണ്. UPI വഴി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ UPI അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ UPI ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബിഫോർ യു പ്രൊസീഡ് UPI ഫീസ് നോട്ട്. നമ്മൾ ഡെപ്പോസിറ്റ് ഏകദേശം 20 മിനിറ്റിൻ്റെ അടുത്തെടുക്കും. ക്രിപ്റ്റോ ആയിരിക്കും പെട്ടെന്നാണെന്ന് പറയുന്നത്. ആക്സെപ്റ്റ് തന്നെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ UPI നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് എമൗണ്ട് USDയിലും കൊടുക്കുക. ഫീസൊന്നുമില്ല. മിനിമം 8000 രൂപയാണ്, മാക്സിമം 1 lakh ആണ് വരിക. അതിനുശേഷം ഡെപ്പോസിറ്റ് കൊടുത്ത ശേഷം നമ്മൾ UPIയിൽ സെൻഡ് ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് USDT ആണ്. USDTയിൽ ഏതെല്ലാം ഉണ്ട് നോക്കാം. അതിനുശേഷം ഇവിടെ നോക്കുന്നത്
മിനിമം ഡെപ്പോസിറ്റ് $30, മാക്സിമം 50,000 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മൾ BEP20 ഉണ്ട്, എതേറിയം ഉണ്ട്, പോളിഗൺ ഉണ്ട്, ട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ BEP20 ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു എമൗണ്ട് ഈ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് എത്രയാണ് നോക്കുക. ഞാൻ $100 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ അപ്പോൾ ഇതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് $100. നമുക്ക് നോക്കാം, റിഫ്രഷ് ചെയ്ത് ഓട്ടോമാറ്റിക് റിഫ്രഷ് ആവുന്നത്. ഓക്കെ, അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ $100 ഞാൻ റിയൽ അക്കൗണ്ടിൽ ഇട്ടിരുന്നത്. ഏകദേശം അതിൻ്റെ ബോണസും കൂടിയും അടക്കം ഇവിടെ നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ഉടൻ തന്നെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കാണാം 110 ലിവറ് നമുക്ക് 110 കൂടി ക്രെഡിറ്റ്. ഏകദേശം $100 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അത് 110 ഫ്രീ മാർജിൻ 110 കൂടി നമുക്ക് ട്രേഡിംഗ് ബാലൻസ് ആയി കിട്ടി. അങ്ങനെ 100% നമുക്ക് ഡെപ്പോസിറ്റ് ബോണസ് 110% നമുക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട്. ഇനി മാനേജിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഇൻഫർമേഷൻ ഇവിടെ കിട്ടും. അക്കൗണ്ട് ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ സെർവർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ MT5 ID, പിന്നെ ലിവറേജ്, പിന്നെ പ്രോഫിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അക്കൗണ്ട് ഓക്കെ ആയി. ഇനി ഈ ഒരു എനിക്ക് അയച്ചു തരേണ്ടത്, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരേണ്ടത് ഈ ഒരു MT5-ൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ്. MT5-ൻ്റെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഈ ഒരു MT5 ID ആണ് എനിക്ക് അയച്ചു തരേണ്ടത്. അപ്പോൾ നമ്മുടെ MT5-ൻ്റെ ഈ ഒരു ID കോപ്പി ചെയ്തതിന് ശേഷം സെർവർ നോട്ട് ചെയ്ത് വെക്കാം. XM ഗ്ലോബൽ MT511 ആണ്. അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തല്ലോ. നമ്മുടെ ഈ ഒരു അക്കൗണ്ട് മൈക്രോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു പാസ്വേഡ് കൊടുത്തു. ആ പാസ്വേഡാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ കമ്പ്യൂട്ടറിൽ വരിക. കമ്പ്യൂട്ടറിൽ ഞാനിവിടെ VPS സെർവറാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിൽ വന്നിട്ട് MT5 ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് പോയിട്ട് ഏത് അക്കൗണ്ട് ആണെങ്കിലും ഇപ്പോൾ ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, XM ഗ്ലോബൽ ലിമിറ്റഡ് ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു MT5-ൻ്റെ ID കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ്, ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, പിന്നെ XM ഗ്ലോബൽ MT511 ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കിവിടെ ഓൺ ആണെങ്കിൽ ഇത് കറക്റ്റ് പാസ്വേഡും അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും. അതിനുശേഷം ട്രേഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത $100 കാണിക്കാം. അതുപോലെ തന്നെ ഇക്വിറ്റി $110 നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവും, അതിവിടെ കാണിക്കുന്നതാണ്. മൊത്തം 210 നമ്മുടെ മാർജിൻ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതെല്ലാം ഒഴിവാക്കിയ ശേഷം നമുക്ക് ഗോൾഡ് XUSD ഓക്കെ, ഗോൾഡ് മൈക്രോ എന്നുള്ളത് കാണാം, അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ന്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയ 0.01 ഉണ്ട്. അതുപോലെ തന്നെ 0.1 അല്ല 0. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മൈക്രോയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0.01 ഒന്നുമില്ല, കാരണം ഇവിടെ ബൈയും സെല്ലൊന്നും പറ്റില്ല. 0.10 ആണ് ഏറ്റവും ചെറുത്, അതിന് ശേഷമാണ് മുകളിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ ബോട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് ചെയ്യണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ വന്നിട്ട് നമ്മളെ ബോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ലൈവ് അക്കൗണ്ട് എനിക്ക് അയച്ചെന്ന ആൾക്ക് ടെലഗ്രാമിൽ അയച്ചു തന്നിരിക്കുന്ന ഫയൽ എടുക്കുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ഡാറ്റ പോർട്ട് കൊടുക്കുക. അതിനുശേഷം MQL5 പോവുക. എക്സ്പേർട്ടിൽ വന്ന ശേഷം നമ്മളിവിടെ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ A to Z സ്കാൽപ്പർ ADX വേർഷൻ 2 ആണ്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് റിഫ്രഷ് കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെർട്ട് അഡ്വൈസറിൽ ഈ ഒരു സംഭവം കാണാം. അതിനുശേഷം നമ്മൾ ഗോൾഡ് മൈക്രോ എന്നുള്ളത് ചാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു A to Z സ്കാൽപ്പർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വലിച്ചിടുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ആൽഗോ ട്രേഡിംഗ് ഓൺ ആയിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് ചാർട്ടിലേക്ക് ഇടുക. ഇവിടെ കോമണിൽ വന്നിട്ട് ആൽഗോ ട്രേഡിംഗ് ഓൺ ആയിരിക്കണം. ഇൻപുട്ട് വരിക.
ബൈ ഓൺലി ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ബൈ ഓൺലി നിങ്ങൾക്ക് രണ്ട് ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും വർക്ക് ചെയ്യും. ഞാൻ ബൈ ഓൺലി ആണ് ഈ ഒരു അക്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ലോട്ട് 0.01 വർക്ക് ചെയ്യില്ല, 0.10 ഉള്ള വർക്ക് ആവുക. അതിനുശേഷം അലോ മാർട്ടിങ്കിൽ ഞാൻ കൊടുക്കുന്നത് 1.2 ആണ്. ലോട്ട് മൾട്ടിപ്ലയർ 1.2 കൊടുക്കുക. കാരണം 100ൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും കുറച്ച രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്രിഡ് ഗ്യാപ്പ് എന്നുള്ളിടത്ത് ഇവിടെ നോക്കുക, ഇവിടെ 2 ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ $25 ഗ്യാപ്പിലാണ് നെക്സ്റ്റ് ഗ്രിഡ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യുക, 2 ഡിജിറ്റ് ആവുന്നതുകൊണ്ട് 250, 2500 250 കൊടുക്കുക. മാക്സിമം ഗ്രിഡ് ഓർഡർ 10 ആയിക്കോട്ടെ. പിന്നെ ഇവിടെ മാക്സിമം ട്രേഡ് പിന്നീട് 100 ആയാലും കുഴപ്പമില്ല, അത് അതിലേക്ക് മുകളിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് TP ഡിസ്റ്റൻസ് ഞാൻ കൊടുക്കുന്നത് 500 എന്നുള്ളത് ഇവിടെ 3 ഡിജിറ്റ് അല്ല 2 ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ 500 ഉള്ളത് ഞാൻ $3 ഡിഫറൻസിലാണ് കൊടുക്കുന്നത്. TP 30 കൊടുക്കുക. ഓക്കെ, 3 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 കൊടുക്കേണ്ടത്. ബാസ്ക്കറ്റ് എസിൽ നിങ്ങൾക്ക് 20% എത്രയാണോ നിങ്ങളെ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് വരുന്നത് അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ സാധാരണയായിട്ട് ബാസ്ക്കറ്റ് എസിൽ യൂസ് ചെയ്യാറുള്ള 100 ആണ് കൊടുക്കുന്നത്. നിങ്ങൾ 20 കൊടുക്കുക, ഞാൻ 20 കൊടുക്കുന്നുണ്ട്. 20 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 20 $20 ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടായി പോകുന്ന രീതിയിൽ ബാസ്ക്കറ്റ് കോസ്റ്റ് ആവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. പിന്നെ എനേബിൾ വേഴ്സ്റ്റ് ട്രേഡ് ക്ലോസ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഈ ഒരു നമ്മൾ ഗ്രിഡ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു ലോസ് വരുമ്പോൾ ആ ഒരു ഗ്രിഡ് ആ ലൈന് ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന രീതിയിലാണ്. പ്രോഫിറ്റ് നോക്കിയിട്ടായിരിക്കും ക്ലോസ് ആവുക. അത് കൊടുക്കുക. ഇവിടെ മിനിമം ഗ്രിഡ് ആ ഗ്രിഡ് ട്രേഡ് പറയുന്നത് ഞാൻ 3 അല്ലെങ്കിൽ 4 കൊടുക്കുന്നത്. പിന്നെ 120% ഒക്കെ കറക്റ്റാണ്. പിന്നെ IDX ഫിൽറ്റർ 1 hour കൊടുക്കുന്നത്. പിന്നെ ക്ലോസ് ട്രേഡ് ഓപ്പോസിറ്റ് ട്രേഡ് ADX വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലോസ് ആവണമെന്നാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടിയും റിസ്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിസ്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അത് നിങ്ങൾ ഓണായി കൊടുക്കുക. ബാസ്ക്കറ്റ് എസിലും ഓണായി കൊടുക്കുക. ഇനി ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഈ ഒരു ഇത് ഓഫാക്കി കൊടുക്കാറാണ് പതിവ്. അത് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് റിസ്ക് അതിനനുസരിച്ചാണ് ഈ 2 ഓപ്ഷനും ബാസ്ക്കറ്റ് എസിലും അതുപോലെ തന്നെ ട്രേഡ് ഓപ്പോസിറ്റ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ബൈ ഓർഡറാണ് പോകുന്നതെങ്കിൽ താഴേക്ക് ഒരു സെൽ സിഗ്നൽ കണ്ടു, സെൽ സിഗ്നലാണ് വന്നത്. അങ്ങനെയെങ്കിൽ പിന്നീട് ട്രെൻഡ് റിവേഴ്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക് ഈ മൊത്തം ബൈ ഓർഡറും ക്ലോസ് ആക്കും. അതാണ് ഇവിടെ ട്രൂ കൊടുത്താൽ. ഞാൻ സാധാരണയായിട്ട് ഇത് ചില ബോട്ടിൽ മാത്രമേ ഇതിൽ ചെയ്യല്. ഇത് ഓക്കെ ക്ലോസ് ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ IDX മിനിമം ലെവൽ 10 നിങ്ങൾക്ക് അതിന് കൂട്ടി വെക്കാം. നിങ്ങൾക്ക് ട്രെൻഡിനനുസരിച്ചും നല്ല ട്രെൻഡിൽ മാത്രം ട്രേഡ് എടുത്താൽ മതിയെങ്കിൽ ഇവിടെ മിനിമം ലെവൽ 20 ആക്കി കൊടുക്കാം. ഞാൻ എല്ലാ സമയത്തും ട്രേഡ് എടുക്കുന്നില്ല, 10 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റിങ്സ്. ബൈ ഓൺലി ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് 4720.70 ഈ ഒരു ട്രേഡ് എടുത്തത്. അത് 4000 TP നോക്കുകയാണെങ്കിൽ 4723.73 TP അടിക്കും. TP അടിക്കുന്നതോട് കൂടി തന്നെ ഈ ഒരു പ്രൈസിന് തന്നെ വീണ്ടും ഒരു ട്രേഡ് എടുക്കും. പിന്നെ അതിൻ്റെ TP 3 പോയിൻ്റ് അപ്പുറമായിരിക്കും. പിന്നീട് താഴേക്ക് വരികയാണെങ്കിൽ താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4720 ആണല്ലോ, അവിടുന്ന് 25 പോയിൻ്റ് താഴെ, അതായത് 4695 നെക്സ്റ്റ് ട്രേഡ്. അത് 0.10 ആണ് ഇവിടെ. അത് നെക്സ്റ്റ് 1 പോയിൻ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ലോട്ട് 0.12 ആയിരിക്കും. ആ രീതിയിലായിരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ $100 ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് $110 അത്യാവശ്യം മാർജിൻ ഉണ്ട്. അതുപോലെ 1:1000 ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാർജിൻ ലെവലൊക്കെ നമുക്ക് മാർജിനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി വേറൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ഒരു ലോ മോഡൽ റിസ്ക്കാണ് ഇപ്പോൾ ഈ ഒരു അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ ട്രേഡുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രിഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് 10 പോയിൻ്റ് താഴെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ 100 കൊടുത്താൽ മതി. ഞാൻ 25 പോയിൻ്റ് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി റിസ്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ ഗ്രീനാണ് മുകളിൽ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബൈ ട്രേഡ് ക്ലോസ് ആവും. ഇത് നിങ്ങൾ രണ്ടും എടുക്കുകയാണെങ്കിൽ മുകളിൽ ഗ്രീൻ ആകുമ്പോൾ ബൈ എടുക്കും, താഴത്തെ ഈ ലൈൻ ഉണ്ടല്ലോ അത് മേലേക്ക് വരുമ്പോൾ സെല്ലെടുക്കും. ആ രീതിയിലാക്കും വർക്ക്. രണ്ടും മാച്ച് ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യേണ്ടത് മനസ്സിലായില്ല ഈ ഒരു നമ്മുടെ XML. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XML യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നമുക്ക് മറ്റുള്ള ബ്രോക്കറിൽ എങ്ങനെയാണ് ഇത് സെയിം തന്നെ വരുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്ക് പറയാം. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു കോഡ് നിങ്ങൾ A to Z നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ XM ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഡെപ്പോ ഇവിടെ ഈ പ്ലസ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞ ശേഷം MT5 എടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്ത ശേഷം മൈക്രോയിൽ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ പാർട്ട്ണർ കോഡ് കൊടുക്കുക വേണ്ടത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് പാർട്ട്ണർ കോഡ് എൻ്റർ ചെയ്യണം. അത് A to Z 123 എന്നതാണ്. അത് കൊടുത്താൽ മാത്രമേ എൻ്റെ റെഫറിലേക്ക് കൺവേർട്ട് ആവും. അതിനുശേഷം നിങ്ങളതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനുശേഷം ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താൽ 100% നിങ്ങൾക്ക് ഒന്നുകൂടി അതിൻ്റെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. നമുക്കേതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.